ചെയ്യുന്നവരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ്, കാരണം ഇതൊരു ബിസിനസ്സായിട്ട് മാത്രം നമ്മൾ ഒരിക്കലും കാണരുത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ കമ്പനിയായിട്ട് തുടങ്ങി അങ്ങനെ വിജയിപ്പിക്കുക, അത് അങ്ങനെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചൈന പോലെയുള്ള വലിയ വലിയ കൺട്രീസിൽ അവിടെയാണല്ലോ പേപ്പറിൻ്റെ പ്രോഡക്റ്റ്സ് കൂടുതൽ. അപ്പോൾ ചൈനയിലൊക്കെ ഇത് സാധാരണ കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന കാര്യമാണ് ഈ പേപ്പർ ക്യാരി ബാഗിൻ്റെയൊക്കെ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വേണ്ട സാധനമാണല്ലോ ഇത്. എത്രത്തോളം ഷോപ്പുകളുണ്ട്, പുതിയ 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 എത്രയോ ബിസിനസ്സുകൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ ക്യാരി ബാഗ് വേണ്ടേ? നമ്മളൊരു ക്യാരി ബാഗ് എന്ന് പറയുമ്പോൾ അതൊരു ടെക്സ്റ്റൈലിന് വേണ്ടിയിട്ടോ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിന് വേണ്ടിയിട്ടോ ഫാൻസി ഷോപ്പിന് വേണ്ടിയിട്ടോ മാത്രം ഉള്ളതല്ല. നമ്മൾ എവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നമ്മളിപ്പോൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? മീൻ കടകൾക്ക്, സൂപ്പർ മാർക്കറ്റിൽ, എല്ലായിടത്തും. ഈവൻ നമ്മുടെ എന്താ പറയുക, ഈ റിയാലിറ്റി ഷോസിൽ ഗിഫ്റ്റ് കൊടുക്കാൻ, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എല്ലായിടത്തും നമ്മൾ ക്യാരി ബാഗ്സ് യൂസ് ചെയ്യുന്നില്ലേ? പ്രത്യേകിച്ചും കേക്ക് ക്യാരി ബാഗ്സ്, വൈൻ ബോട്ടിലിനുള്ള ക്യാരി ബാഗ്സ്, ചെടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാരി ബാഗ്സ് വേണം. ഞാനൊരു അത് പ്രത്യേകം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെടിച്ചട്ടികളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ക്യാരി ബാഗിൻ്റെ വീഡിയോ നമ്മുടെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പം എല്ലാ മേഖലയിലും ഹോസ്പിറ്റൽസിൽ എല്ലായിടത്തും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റൽസിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്കാനിങ് റിപ്പോർട്ട്, എക്സ്റേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫാർമസികൾക്ക് മെഡിസിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഫാർമസീസ് ഉണ്ട്. ഇങ്ങനെ ഹോൾസെയിലായിട്ട് മറ്റുള്ള ഫാർമസികളിലേക്ക് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്വിഗ്ഗി പോലെയുള്ള ഡെലിവറിങ് സർവീസുകൾ, നൈറ്റ് തട്ടുകടകൾ, അവിടെ നിന്നൊക്കെ പാഴ്സൽസ് വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ. ഹോട്ടൽസിലൊക്കെ പാഴ്സൽസ് കൊടുക്കുന്ന ഹോട്ടൽസ്, അങ്ങനെ ഒത്തിരി ഒത്തിരി എല്ലാ മേഖലയിലും, ഇന്ന മേഖല എന്നൊന്നുമില്ല, എല്ലായിടത്തും ഈ ക്യാരി ബാഗ് ആവശ്യമാണ്. അപ്പം ഇതിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടും പിന്നെ ചിലർക്കൊക്കെ ഇതിൻ്റെ റേറ്റൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ കൊണ്ടാണ് പലരും ഇതിലേക്ക് വരാത്തത്. എന്തായാലും പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി ക്യാരി ബാഗ്സ്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. അതെന്തായാലും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനി ഒരു തിരിച്ചുപോക്കൊന്നും നമുക്ക് പറ്റത്തില്ല. എങ്കിലും പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് പേപ്പറിലേക്കും ക്ലോത്തിലേക്കും ഒക്കെ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിലേക്ക് മാറാനുള്ള ഒരു ഇതാണ്. അത് ഇപ്പോഴും നമ്മളൊന്ന് ബിഗിൻ ചെയ്തിട്ടേ ഉള്ളൂ. പതുക്കെ 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 അതിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 years കൊണ്ട് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. നാളത്തെ ഭാവിയുടെ ഒരു ബിസിനസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും നല്ല ലെവലിൽ, ഹൈ ലെവലിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. ഒരിക്കലും ഇത് എന്തായാലും ഈ ഒരു ബിസിനസ് എന്തായാലും താഴോട്ടൊന്നും പോകത്തില്ല. അപ്പം പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇതിന് പകരം വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇനി ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കും. ഇത്രയും വർഷമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇത്രയും ക്രൂഷ്യലായിട്ടും നമ്മുടെ കടലിലൊക്കെ പ്ലാസ്റ്റിക് നിറഞ്ഞിട്ട് പോലും ഇതുവരെയും അതിന് ബദലായിട്ടുള്ളൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം. അപ്പം അത് കണ്ടുപിടിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് പുതിയ 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 കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിനോട് ഈ ഒരു സംഭവം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനോട് അനുബന്ധിച്ച് തുടങ്ങാൻ പറ്റുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം, പല സൈഡുകളിൽ നിന്നുള്ള ഇൻകം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റാനും സാധിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെ വരാനായിട്ട് ഇപ്പോൾ ഈ നിമിഷം തുടങ്ങും എന്ന് നിങ്ങൾ തീരുമാനിക്കുക. തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ നെക്സ്റ്റ് ഇയർ 2025 എന്ന് പറയുന്നൊരു വർഷം എല്ലാവർക്കും നല്ല രീതിയിൽ സംരംഭമൊക്കെ തുടങ്ങി സ്വന്തം ബിസിനസ് തുടങ്ങി ഏൺ ചെയ്ത് 10 പേർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാകട്ടെ 2025. 2024 എല്ലാവർക്കും നല്ല വർഷമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ ഫോൾസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി വെച്ച് പുതിയൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷകരമായ ദിവസങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ 2024 ലാസ്റ്റ് ലൈവ് ബ്രോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വർഷം വീണ്ടും ലൈവിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.